ശ്രീ ഉല്ലാസ് ഉണ്ടായിരുന്നു ആ സമരമുഖത്ത്. CPM-ന്റെ മാർച്ചിനിടെ ചേരൂർ സ്വദേശിയായ വിപിൻ എന്ന പ്രവർത്തകൻ സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസ് ബോർഡിൽ കരിയോയിലൊഴിക്കുന്ന ദൃശ്യങ്ങൾ ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട്. പോലീസ് നിരത്തിവെച്ച ബാരിക്കേഡിന് മുകളിൽ കയറി ആ ബോർഡിലേക്ക് കരിയോയിലൊഴിക്കാൻ കൂട്ടുനിന്ന പോലീസാണ് നിങ്ങളടക്കമുള്ള പ്രവർത്തകരെ അവിടെ വളഞ്ഞിട്ട് മർദ്ദിക്കുന്ന അവസ്ഥയുണ്ടായത്. എങ്ങനെയായിരുന്നു അവിടുത്തെ സംഭവവികാസങ്ങൾ? ഒരു കാര്യം മനസ്സിലാക്കണം, ജനാധിപത്യം നിലനിൽക്കുന്ന രാഷ്ട്രത്തിലെ ഭരണഘടനാപരമായിട്ടുള്ള സംവിധാനത്തിലിരിക്കുന്ന ഇലക്ഷൻ കമ്മീഷൻ പുറത്തിറക്കിയിട്ടുള്ള തെരഞ്ഞെടുപ്പ് ലിസ്റ്റുകളിൽപ്പെട്ട ആളുകൾ ആധാർ കാർഡ് അടക്കമുള്ള രേഖകൾ കൊടുത്ത് വോട്ട് ചെയ്ത വിഷയത്തിൽ കള്ളവോട്ടാണെന്ന് വ്യാജ പ്രചരണം നടത്തി ഇടതുപക്ഷവും വലതുപക്ഷവും BJPയുടെ വിജയത്തെ ചെറുതാക്കി കാണിക്കാനുള്ള രാഷ്ട്രീയ ഗിമ്മിക്ക് കാണിക്കുമ്പോൾ അതിന്റെ പേരിൽ സുരേഷ് ഗോപിയെ വേട്ടയാടാൻ വിട്ടുകൊടുക്കാൻ BJP തയ്യാറില്ല. സുരേഷ് ഗോപിയുടെ ക്യാമ്പ് ഓഫീസിലേക്ക് കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു പ്രവർത്തകൻ കയറി ഈ മോശത്തരങ്ങൾ കാണിക്കുമ്പോൾ പോലീസുകാരുടെ സമ്മതമുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിക്കപ്പെടേണ്ടത്. അതിന് സ്വാഭാവികമായിട്ട് ഭാരതീയ ജനതാ പാർട്ടി ഈ രാജ്യത്ത് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സംവിധാനമല്ലേ, രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ രാഷ്ട്രീയ സംവിധാനമല്ലേ, രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ മന്ത്രിയുടെ ഓഫീസിന് നേരെ ആക്രമണം വരുമ്പോൾ അതിനെ പരിഹരിക്കപ്പെടേണ്ടതും അതിനെ പ്രതിരോധിക്കേണ്ടതുമായിട്ടുള്ള ഉത്തരവാദിത്തം ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്. ആ പാർട്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്തിട്ടുള്ള ഈ നാണംകെട്ട പ്രവർത്തനത്തിനെതിരെ ശക്തമായി തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഓഫീസിലേക്ക് ജാഥ നടത്തി. അവർ അവിടെ കല്ലും വാളും വെട്ടോത്തിയും പന്നിപ്പടക്കങ്ങളും എറിഞ്ഞുകൊണ്ട് യഥേഷ്ടം മോശകരമായ പ്രവർത്തനം നടത്തുന്നു. അവർ എത്ര പടക്കം എറിഞ്ഞാലെന്ത്, എത്ര കല്ലെറിഞ്ഞാലെന്ത്, എത്ര വാളും വെച്ച് വീശിയാലെന്ത്, അങ്ങനെ ഭയന്ന് പോയിരുന്നൊരു കാലഘട്ടമായിരുന്നുവെങ്കിൽ ഭാരതീയ ജനതാ പാർട്ടി ഇവിടെ വരുമായിരുന്നോ? ഈ നിലക്കെത്തുമായിരുന്നോ? MP ഉണ്ടാവുമായിരുന്നോ? മന്ത്രി ഉണ്ടാവുമായിരുന്നോ? ഞങ്ങൾ ഇതുപോലെയുള്ള നിരവധി ഭയപ്പാടുകളെയൊക്കെ അതിജീവിച്ചു വന്നവരല്ലേ. 4 പേരുള്ളവിടെ തന്നല്ലേ ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് MP-യും മന്ത്രിയും അതുപോലെ കൗൺസിലർമാരും ഈ കേരളത്തിലുണ്ടായത്. ഞങ്ങളെ പിപ്പിടി കാണിച്ചും പേടിപ്പിച്ചും ഒരു കാലഘട്ടത്തിൽ ഇവർ നേടിയിരുന്ന ബൂത്ത് പിടുത്തം അടക്കം നടത്തിയിട്ടുള്ള തെമ്മാടിത്തരം മുഴുവൻ രാഷ്ട്രീയത്തിൽ കാണിച്ച കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് സദാചാരം പറഞ്ഞുകൊണ്ട് ഇന്ന് അവർ നടത്തുന്ന പ്രവൃത്തി, അവർ ചെയ്തിട്ടുള്ള കള്ളവോട്ടുകൾ, അവർ ചേർത്തിട്ടുള്ള കള്ളവോട്ടുകൾ, അവർ ചെയ്തിട്ടുള്ള സൂത്രങ്ങൾ നാളെയും മറ്റന്നാളുമായി വലിയ ബോംബായി പൊട്ടുമെന്നറിഞ്ഞപ്പോൾ അതിന്റെ ശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടി അവർ നടത്തിയ നാടകം പൊതുസമൂഹം അറിയാതിരിക്കാൻ വേണ്ടി രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു നാടകമാണ് അവർ കളിച്ചത്. അത് BJPക്കാരന്റെ നേരത്തേക്ക് കല്ലെറിഞ്ഞിട്ടും വടിവാള് കൊണ്ട് വീശിയിട്ടും പടക്കമെറിയുമ്പോഴും പോലീസ് നോക്കുന്നു. പോലീസ് എപ്പോഴും BJPയോട് ഒതുങ്ങാനാണ് പറയുന്നത്. BJP അങ്ങനെ ഒതുങ്ങാൻ തയ്യാറല്ല. ഈ വിഷയം, ഈ നുണപ്രചരണം, ഈ അസത്യപ്രചരണം, ഈ രാഷ്ട്രീയ കോമാളിത്തരത്തിനെ പൊളിച്ചടക്കുന്നത് വരെ BJP തെരുവിലുണ്ടാവും. അതിൽ ഞങ്ങൾക്ക് പരിക്ക് പറ്റിയാലും ഞങ്ങൾക്കൊരു പ്രയാസമുള്ള കാര്യമല്ല. ഇത് കൃത്യമായിട്ടുള്ള ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സത്യസന്ധമായിട്ടുള്ള ഞങ്ങളുടെ എതിർപ്പാണ്. ഇവിടെ ജനാധിപത്യത്തിനെതിരെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ സമൂഹത്തിനുണ്ടാക്കുന്ന കള്ളപ്രചരണങ്ങളെ പൊളിച്ചടക്കുന്നതിന് വേണ്ടി BJP എടുക്കേണ്ട പ്രതിരോധ സമരമാണിത്. ഈ പ്രതിരോധ സമരത്തെ CPM എന്നല്ല ഒരു സർക്കാരിന്റെയും ഒരു പോലീസിന്റെയും ഒരു നടപടികൾക്കും തടുക്കാൻ കഴിയില്ല. കാരണം ഞങ്ങൾ കൃത്യമായി തന്നെയാണ് ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. അവർ ചെയ്ത വോട്ടിനെ തൃശ്ശൂരിലെ ജനതയാണ് ഇവർ കബളിപ്പിച്ചത്. തൃശ്ശൂരിലെ ജനത വ്യാജന്മാരാണെന്നാണ് സുനിൽകുമാർ പറയുന്നത്. തൃശ്ശൂരിലെ ജനത കള്ളന്മാരും കള്ളവോട്ട് ചെയ്യുന്നവരാണെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ പറയുന്നത്. അങ്ങനെ അതൊന്നും കേട്ട് അങ്ങനെ ജനതയെ കള്ളന്മാരാക്കിക്കൊണ്ട് അതും കേട്ടിരിക്കുന്ന വിഡ്ഢികളായിട്ടിരിക്കാൻ BJP തയ്യാറില്ല. അവരുടെ പാർട്ടി ഓഫീസിലേക്കാണെങ്കിൽ പാർട്ടി ഓഫീസിലേക്ക്, സുനിൽകുമാറിന്റെ ഓഫീസിലേക്കാണെങ്കിൽ സുനിൽകുമാറിന്റെ ഓഫീസിലേക്ക് ഈ അനാവശ്യ പ്രചരണം നിർത്തുന്നത് വരെ BJP തെരുവിലുണ്ടാവും. അത് ഇന്ന് 10-15 പേർക്ക് പരിക്കേറ്റ് ആശുപത്രിയിൽ കിടന്നാൽ അടുത്ത 10-15 നാളിറങ്ങും, അടുത്ത 10-15 മറ്റന്നാൾ ഇറങ്ങും. അതിലൊന്നും പേടിച്ചോടാനുള്ള ഒരു തരത്തിലുള്ള തയ്യാറും BJP ഇല്ല. BJP നോക്കിക്കോളാം. ഭാരതീയ ജനതാ പാർട്ടിക്ക് ശക്തമായ നേതൃത്വമുണ്ട്, ശക്തമായ നേതൃനിരയുണ്ട്. അത് സംസ്ഥാനത്തുണ്ട്, ജില്ലയിലുണ്ട്, മണ്ഡലങ്ങളിലുണ്ട്, ബൂത്തുകളിലുണ്ട്, പഞ്ചായത്തുകളിലുണ്ട്, എല്ലായിടത്തും ഉണ്ട്. നമുക്ക് നോക്കാമെന്ന് ഭാവി ദിവസങ്ങൾ. ശ്രീ ഉല്ലാസ് ബാബു, ഒരു കാര്യം കൂടി, ജില്ലാ അധ്യക്ഷന്റെ തലയടിച്ച് പൊട്ടിച്ച ആ പോലീസുകാരനെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഞങ്ങൾ എല്ലാവരും അശ്വിനി ആശുപത്രിയിലാണുള്ളത്. ഓരോ ആളുകൾക്കും പ്രയാസങ്ങൾ അനുഭവിച്ചിട്ടും പരിക്കുകൾ പറ്റിയിട്ടും തല പൊട്ടിയിട്ടും കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാവരും അശ്വിനി ആശുപത്രിയിലുണ്ട്. സ്വാഭാവികമായിട്ട് ആ കാര്യങ്ങൾ ഞങ്ങൾ നോക്കുന്നു. CCTV ക്യാമറകളും മറ്റു ക്യാമറകളും പറയുന്നു. അദ്ദേഹത്തെ അറിയുന്ന പാർട്ടി പ്രവർത്തകരുണ്ട്. പരസ്പരം ഇപ്പോൾ ഇവരുടെ ഫസ്റ്റ് എയ്ഡിന്റെ കാര്യങ്ങളിലാണ് ശ്രദ്ധിക്കുന്നത്. അതിനുശേഷം പ്രതികരിക്കും. ഓക്കെ, വളരെയധികം നന്ദി ശ്രീ ഉല്ലാസ് ബാബു.